അപ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ വെല്ലുവിളികളുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കരഞ്ഞ കരച്ചിലുകൾ പലപ്പോഴും അത് മനുഷ്യർ കണ്ടില്ല, ആരും ഗവനിച്ചില്ല, ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ട, മനുഷ്യനെ കാണിക്കാനല്ല നമ്മൾ കരഞ്ഞത്, നമ്മൾ പ്രാർത്ഥിച്ചത്. നമ്മൾ ബലഹീനരായതുകൊണ്ടുമല്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ദൈവം മുൻപാകെ നെടുമ്പാട് വീഴുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ കരുതും, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ ഹാസ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വാക്കുണ്ട്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, വെല്ലുവിളികൾ, കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരില്ല. ദൈവത്തോട് യാചിക്കുന്നവൻ മനുഷ്യരോട് യാചിക്കാൻ ദൈവം അനുവദിക്കില്ല.